പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 2-ാം മാസത്തിൻ്റെ 27ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. അനേക ദൈവദാസന്മാർ വാത്സല്യ കുഞ്ഞുങ്ങൾ അവിടെ ഓരോ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുവാൻ വിളിച്ച് ഞങ്ങളെ ക്ഷേമം അന്വേഷിക്കുകയും അവിടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ദൈവസേനയിൽ വിശ്വസ്തയോടുകൂടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ദൈവം മറുപടി നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിശ്ചയമായും ഈ ദിവസങ്ങൾ നിങ്ങളെ ഭാരപ്പെടുന്ന ഏതൊക്കെ വിഷയങ്ങളുണ്ടോ ആ വിഷയത്തിൻ്റെ നടുവിൽ ദൈവം അത്ഭുതം ചെയ്യും. ഭയപ്പെടേണ്ട. ദൈവമുഖത്തേക്ക് നോക്കാം. നിലവിളിച്ചവരെ ആരും ദൈവം നിരാശപ്പെടുത്തിയിട്ടില്ല. പ്രാർത്ഥിച്ചവരെ ആരും ദൈവം മറന്നു പോയിട്ടില്ല. മറുപടി തരാതെ ദൈവം മൗനമായി ഇരുന്നിട്ടുമില്ല. ഈ പ്രഭാതവും പ്രാർത്ഥനയോടുകൂടി നമുക്ക് വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. 60-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു: നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈ കൊണ്ട് രക്ഷിച്ചു ഞങ്ങൾക്ക് ഉത്തരമരുളേണമേ. മനുഷ്യ സമൂഹത്തിലെ പ്രാരംഭം അടിസ്ഥാനവുമായ കണ്ണിയാണ് കുടുംബം. കുടുംബത്തിൽ ഒന്നിലധികം മക്കളുള്ള മാതാപിതാക്കൾക്ക് മക്കളിൽ ആരോടെങ്കിലും ഒരാളോട് മറ്റു മക്കളെക്കാൾ അധികം സ്നേഹം തോന്നുക സ്വാഭാവികമാണ്. എല്ലാവരും അവർക്ക് മക്കളാണെങ്കിലും ചിലർ പ്രിയ മക്കളായിരിക്കും. ആ വ്യക്തിക്കുള്ള എന്തെങ്കിലും പ്രത്യേകതകൾ കൊണ്ടായിരിക്കാം അങ്ങനെ തോന്നുന്നത്. കുടുംബത്തിൽ മാത്രമല്ല, സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും സഭയിലും ഭരണതലങ്ങളിലും എല്ലാ മേഖലകളിൽ നോക്കിയാലും ആരെങ്കിലും ഒരുവൻ പ്രിയപ്പെട്ടവനായിരിക്കും. തങ്ങളുടെ മുകളിലുള്ളവർക്ക് ഇങ്ങനെ ഇഷ്ടം തോന്നുക സ്വാഭാവികമാണ്. അതുപോലെ യേശുക്രിസ്തുവിൽ കൂടെ വീണ്ടും ജനനം പ്രാപിച്ചവർ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെങ്കിലും ചില പ്രത്യേക സ്വഭാവങ്ങളും ഗുണങ്ങളും ഉള്ളവർ ദൈവത്തിന് പ്രിയ മക്കളാണ്. ദൈവത്തിന് പക്ഷഭേദം ഒന്നും ഇല്ലെങ്കിലും ദൈവത്തെ മറ്റെന്തിനേക്കാൾ അധികമായി സ്നേഹിക്കുകയും തൻ്റെ ചട്ടങ്ങളെ കൃത്യമായി അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർ ദൈവത്തിന് പ്രിയരും ശ്രേഷ്ഠരുമായിരിക്കും. പിതാവായ ദൈവം കൽപ്പിച്ചത് പൂർണ്ണമായും അനുസരിക്കുകയും ജീവിതത്തിലും ഉപദേശത്തിലും പരിപൂർണനായി തീർന്ന ദൈവത്തിൻ്റെ ഏകജാതനായ യേശുക്രിസ്തുവിനെ പോലെ ദൈവത്തിന് പ്രിയ മകനായി മനുഷ്യവർഗത്തിൽ ആരും തന്നെയില്ല. 100% പരിപൂർണനും വിശുദ്ധനുമായ യേശുവിനെ ദൈവം 2 പ്രാവശ്യം പ്രിയപുത്രൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവരെക്കാൾ വളരെ സൽപ്രവർത്തികൾ ചെയ്യുന്നവരും അശരണരെയും ആലംബഹീനരെയും സംരക്ഷിക്കുന്നവരും വളരെ മാതൃകാപരമായ ജീവിതം നയിക്കുന്നവരുമായ അനേക ലോകമനുഷ്യർ ഉണ്ട്. എന്നാൽ അവരിൽ നിന്നെല്ലാം ശ്രേഷ്ഠമായി ദൈവം നമ്മെ തിരഞ്ഞെടുക്കുകയും മക്കളും പ്രിയമക്കളുമായി നമ്മെ തീർത്തതും നമ്മുടെ യോഗ്യത കൊണ്ടല്ല, മറിച്ച് പിതാക്കന്മാരോടുള്ള ഉടമ്പടിയും യേശുക്രിസ്തുവിൽ കൂടെയുള്ള തിരഞ്ഞെടുപ്പും നിമിത്തമാണെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. ദൈവം പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്ത അനേകരും പിൻകാലങ്ങളിൽ ദൈവകൃപയിൽ നിന്നും വീണുപോവുകയും ദൈവത്താൽ വെറുക്കപ്പെട്ടവരും കൈവിടപ്പെട്ടവരുമായി തീർന്നു പോയിട്ടുണ്ട്. അതിന് ശലോമോനും ശൗലും യൂദായും എല്ലാം അതിന് നല്ല ഉദാഹരണങ്ങളാണ്. ആകയാൽ ദൈവത്തിൻ്റെ മക്കളും പ്രിയനോടുള്ള സ്നേഹത്തിലും ബന്ധത്തിലും തുടർമാനമായി ജീവിക്കേണ്ടവരാകുന്നു. ദൈവത്തിന് പ്രിയരായിരിക്കുന്നവരെ ദൈവം വിടുവിക്കും, ദൈവം അനുഗ്രഹിക്കും. ദൈവം അവരുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാക്കി അനുഗ്രഹിക്കും. അവരുടെ ആവശ്യങ്ങളോട് ദൈവം നടത്തി കൊടുക്കും. തൻ്റെ പ്രിയനോ ഉറക്കത്തിൽ കൊടുക്കുന്നു എന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രിയനായവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും കരുതുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ.
ദാനിയേൽ ദൈവത്തിന് ഏറ്റവും പ്രിയനായിരുന്നതിനാൽ സിംഹത്തിൻ്റെ ഗുഹയിൽ നിന്നും ദൈവം തന്നെ വിടുവിച്ചു. അതുപോലെ പ്രിയ പുരുഷനായ ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ ആരംഭം മുതൽ തന്നെ ദൈവം മറുപടി നൽകുകയും തടസ്സമായും വന്ന അന്ധകാരത്തിൻ്റെ അധിപതിയെ ശാസിക്കുകയും തകർക്കുകയും ചെയ്തു. ലോകത്തെയും ലോകത്തിലുള്ളതും അവൻ സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. ലോകത്തെ സ്നേഹിക്കുന്നവരുടെ ജീവിതം ദുരിതപൂർണമായിരിക്കും. അവരുടെ പ്രിയപ്പെട്ടവർ പോലും അവരെ ഒടുവിൽ ആശ്വസിപ്പിക്കുക പോലും ചെയ്യുകയില്ല. പൗലോസിൻ്റെ കൂട്ടുകാരെയും ശുശ്രൂഷകരെയും തന്നോട് ചേർന്ന് പ്രവർത്തിച്ചവരെയും പ്രിയരായി കാണുകയും അവനത് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തിരുന്നു. കർത്താവിൽ എനിക്ക് പ്രിയനായവൻ, പ്രിയമായവൻ എന്നൊക്കെ സംബോധന ചെയ്തിട്ടുണ്ട്. പ്രിയ ദൈവവൈതലേ, നാം ദൈവമക്കൾ എന്ന് പറയുന്നതിലും ഉപരിയായി കർത്താവിൻ്റെ പ്രിയമക്കളെന്ന് പറയുവാൻ അവകാശം നാം പ്രാപിക്കണം. അതെങ്ങനെ പ്രാപിക്കുവാൻ കഴിയും? യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ വചനത്തിൽ അനുസരിക്കുകയും വിശുദ്ധിയിൽ ജീവിക്കുകയും എല്ലാവരെയും ദൈവസ്നേഹത്താൽ നിറയുകയും ചെയ്താൽ നാം ദൈവത്തിന് പ്രിയമക്കളായി തീരും. അതിനായി ഈ പ്രഭാതം നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ? നമുക്ക് ദൈവസന്നിധിയിൽ പറയുവാൻ ഇടയാകട്ടെ. പ്രിയനായ കർത്താവേ, ഞാനും അങ്ങയുടെ പ്രിയനാണ്, ഞാനും അങ്ങയുടെ പ്രിയമകളാണ്, എന്നെയും വിടുവിക്കണമേ. നമുക്ക് തരാത്ത സമാധാനം, ലോകം തരാത്ത സ്നേഹം, ലോകം തരാത്ത സന്തോഷം, ലോകം തരാത്ത അനുഗ്രഹങ്ങൾ നമ്മുടെ പ്രിയൻ നമുക്കായി നൽകും. നാം പ്രിയ മക്കളായി തന്നെ കാണുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മെക്കുറിച്ച് നമ്മുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ നമ്മുടെ തലമുറകളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അവർ നല്ല പ്രിയ മക്കളായി തീരണമെന്ന്, അവർ അനുസരണയും അനുഗ്രഹവും ദൈവഭയമുള്ളവരായി തീരണമെന്ന് നാം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ മാതാപിതാക്കൾ നമ്മെക്കുറിച്ച് ആഗ്രഹിച്ച ആ ദൈവസ്നേഹത്തിൽ കൂടെ നമ്മുടെ തലമുറകൾ വരുവാൻ ഈ ദിവസങ്ങളിൽ നമ്മെ തിരഞ്ഞെടുത്ത നമ്മുടെ പിതാവായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രിയ മക്കളായി നാം ഒരുങ്ങാം, നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ പ്രഭാതം ലോകത്തെയും പാപത്തെയും വിട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് ഭയത്തോടെ, ഭക്തിയോടെ, വിശുദ്ധിയോടെ, വേർപാടോടെ ദൈവസന്നിധി നമുക്ക് നിലനിൽക്കാമോ? ദൈവം നമ്മെ വിടുവിക്കുവാനിടയാകും, ദൈവം നമ്മെ രക്ഷിക്കുവാനിടയാകും. ദൈവത്തിൻ്റെ വലം കരം രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കരം കുറുകിയിട്ടില്ല. ആകയാൽ പ്രിയ ദൈവത്തിലെ നമ്മെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ മക്കളായി തീരുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാമോ? നമ്മുടെ കണ്ണുകളെ ദിവസത്തിലടയ്ക്കാം, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തു. ഈ പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം കർത്താവ് വേണ്ടാത്ത ദൈവമക്കളെ പ്രിയ മക്കളെന്ന് പറഞ്ഞ് ചേർത്ത് സ്നേഹിപ്പാൻ കാണിച്ച എല്ലാ സ്നേഹത്തിനായി, കരുതലിനായി നന്ദി പറയുന്നു. നാഥ, ഈ മാസത്തിൻ്റെ കർത്താവ് 27ാമത്തെ പ്രഭാതത്തിലും ഞങ്ങൾക്ക് തിരുപാദപീഠത്തിൽ പ്രിയ മക്കളായി കടന്നു വരുവാൻ ദൈവം തന്ന എല്ലാ അവസരങ്ങൾക്കായി സ്തോത്രം. പിതാവേ, ദൂരത്തും ചാരത്തുമായിരുന്നു കൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെ നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം, മഹത്വം പങ്കെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.